നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി ഈ ഇൻഡെക്സസ് അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് നാളത്തേക്കുള്ള അനലൈസിസ് ആണ്. നാളെ എക്സ്പയറി ആണ് നിഫ്റ്റിയുടെ. സോ നിഫ്റ്റി അനലൈസിസ് ആണ് നമ്മുടെ ഫസ്റ്റ് ചാർട്ടിൽ നിഫ്റ്റി അനലൈസിസ് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ഞാനിവിടെ കോൾസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാറില്ല. സോ എല്ലാവരും ശ്രദ്ധിക്കുക, ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സോ ഫസ്റ്റ് നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം. നിഫ്റ്റി ചാർട്ട് നമ്മുടെ യെസ്റ്റർഡേ നമ്മുടെ എന്തായിരുന്നു, ഞാൻ സ്മോൾ ടൈം ഫ്രെയിമിൽ അനലൈസിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1, 2, 3, 4 ആൻഡ് 5 റൈറ്റ്. 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ എക്സാക്ട്ലി എന്തായി, പ്രൈസ് വന്നു താഴെ, സപ്പോർട്ട് ആൻഡ് ദെൻ ബൂം. ഓക്കെ, അതാണ് ലോജിക്കലി ട്രേഡ് ചെയ്യുക. ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാറുണ്ട്. ഞാനും ഒരു ട്രേഡറാണ്. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന എൽഎറ്റ് വേവ്. ഇത്രയും ടൈം എടുക്കും എൽഎറ്റ് വേവ് പഠിക്കാൻ. മജീഷ്യൻ അല്ല, നോർമൽ ഒരു ട്രേഡറാണ്. എനിക്കും സ്റ്റാർട്ടിങ്ങിൽ നോർമലി എല്ലാവരുടെ പോലെ തന്നെ എനിക്കും ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് എൽഎറ്റ് വേവ് പഠിച്ച് കഴിഞ്ഞിട്ടാണ് കുറച്ചുകൂടി എനിക്ക് ക്ലിയറിറ്റി കിട്ടി. യെസ്, മൂവ്സ് എങ്ങനെ ആയിരിക്കും, അതാണ് നമ്മുടെ. ദാറ്റ് മീൻസ് മൂവ് എങ്ങനെ 5 മൂവ് കഴിയാതെ അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല, അങ്ങനെയാണ് യൂഷ്വൽ. ഓക്കെ, സോ സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ഈ 5 മൂവ് ഞാൻ ഇന്നലെ ഷോ ചെയ്തായിരുന്നു. 1, 2, 3, 4 മൗണ്ട്സ് ആൻഡ് ദെൻ 5th ഫോൾ. സോ പ്രൈസ് എക്സാക്ട്ലി ഇവിടെ വന്നു ആൻഡ് ദെൻ അവിടെ നിന്ന് ബൗൺസ് ചെയ്തു. ബൗൺസ് ഇൻ കേസ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും പ്രൈസ് താഴേക്ക് തന്നെ വന്നിട്ട് മുകളിലേക്ക് പോകുള്ളൂ, അത് ഞാൻ പറഞ്ഞായിരുന്നു. അതാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു പ്രൈസ് ആക്ഷൻ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി ഉണ്ട്. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ പ്രൈസ് ആക്ഷൻ എല്ലാവരും പറയാറുണ്ട്, പ്രൈസ് ആക്ഷൻ. ഓക്കെ, ബട്ട് പ്രൈസ് ആക്ഷൻ നല്ലതാണ്, ഒന്നും എനിക്ക് മോശമൊന്നും പറയാനില്ല. ബട്ട് പ്രൈസ് ആക്ഷൻ എപ്പോഴാണ് നല്ലതാണെന്ന് അറിയാമോ? മീൻസ് നമുക്ക് മൂവ് അറിയണം, നെക്സ്റ്റ് മൂവ് എന്തായിരിക്കും. ആ മൂവ് നമുക്ക് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ എൽഎറ്റ് വേവ് അറിഞ്ഞിരിക്കണം. എൽഎറ്റ് വേവ് നമുക്ക് പറഞ്ഞു തരും. ഡെറ്റ് മീൻസ് 5 മൂവ്സ് ഇമ്പൾസീവ് മൂവ് ആണെങ്കിൽ 5 മൂവ്സ് നമ്മുടെ കയ്യാതെ പ്രൈസ് അങ്ങനെ നെക്സ്റ്റ് മൂവ് തരത്തില്ല. അത് എൽഎറ്റ് വേവ് മാത്രം നമുക്ക് പറഞ്ഞു തരത്തുള്ളൂ. ഓക്കെ, ഒത്തിരി നിങ്ങൾ ഫ്രണ്ട്സൊക്കെ പറയും പ്രൈസ് ആക്ഷൻ നോക്കൂ, ലോവർ ഹൈ നോക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ലോവർ ലോ. ബട്ട് ഇന്നലെ ഞാൻ സജസ്റ്റ് ചെയ്തു, ഞാൻ എപ്പോഴും എൽഎറ്റ് വേവിന് തന്നെ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്കൊരു എക്സ്പേർട്ട് അല്ല എൽഎറ്റ് വേവിൽ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണുള്ളൂ. എനിക്ക് ഒത്തിരി നാൾ ഇനിയും വേണം. ശരിക്കും നമ്മൾ ലൈഫിൽ എത്ര പഠിച്ചാലും മതിയാവത്തില്ല. സോ നമ്മുടെ ഈ എൽഎറ്റ് വേവ്, ആസ് പെർ എൽഎറ്റ് വേവിൻ്റെ മൂവ്സ് ഞാൻ ഇന്നലെ എന്താ പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ തീരും. അപ്പോൾ ഇവിടെ ആരെങ്കിലും ബൈ തന്നോ, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് ഇവിടെ ബൈങ് ആണ്, ഓർ ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് വരും, ഈ ലോ ബ്രേക്ക് ആയി ലോവർ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും ബിയറിഷ് ആയിരിക്കുള്ളൂ. ബട്ട് എൽഎറ്റ് വേവ് നിങ്ങൾക്ക് എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ദാറ്റ് മീൻസ് ഇവിടെ മൂവ് കഴിഞ്ഞു, ഇനി ട്രെൻഡ് ചേഞ്ച് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ ഏരിയയിൽ വരുമ്പോൾ ബിയറിഷ് ട്രേഡിൽ ഇരിക്കേണ്ട. അതാണ് എൽഎറ്റ് വേവ് എന്ന് പറഞ്ഞത്. സോ എനിക്ക് അത് തന്നെ പറയാനുള്ളൂ. എൽഎറ്റ് വേവ് നിങ്ങൾ പഠിക്കുക. എൻ്റെ ചാനലിൽ ഞാൻ എപ്പോഴും പഴയ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി ഉണ്ട്, അവരടുത്ത് ചോദിക്കാൻ ഞാൻ എപ്പോഴും ഇത് തന്നെ പറയാറുണ്ട്. എൻ്റെ ചാനൽ മാത്രമല്ല, ഇഷ്ടംപോലെ വേറെ ചാനൽസ് ഉണ്ട്. ഗൂഗിൾ സെർച്ച് ചെയ്യുക, ഒത്തിരി മാർക്കറ്റ് ചിലപ്പോൾ കോഴ്സ് ഉണ്ടാകും. എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ നിന്ന് പഠിക്കുക, ഒരു കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ചെറിയ അനാലിസിസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ലേണിംഗ് വീഡിയോസ് എൻ്റെ ചാനലിലുണ്ടാകും. ആ വീഡിയോസ് നിങ്ങൾ കാണണം, നിങ്ങളെല്ലാവരും കൂടി കാണണം. അപ്പോഴേ ശരിക്കും നമുക്കൊരു പിടി കിട്ടത്തുള്ളൂ, ഓർ നമുക്ക് ഒരു പിടുത്തം ഉണ്ടാവും. ദാറ്റ് മീൻസ് നെക്സ്റ്റ് മൂവ് എന്തായിരിക്കും. മോസ്റ്റ്ലി സ്മോൾ ടൈം ഫ്രെയിം. ശരിക്കും സ്മോൾ ടൈം ഫ്രെയിമിൽ അനാലിസിസ് ചെയ്യാൻ പാടില്ല. എൽഎറ്റ് വേവ് തന്നെ പറയുള്ളൂ. സ്മോൾ ടൈം ഫ്രെയിം ചെയ്യും. മിനിമം 15 മിനിറ്റ്സ് ആണ് സജസ്റ്റ് ചെയ്യാറുള്ളൂ. കാരണം എന്ന് വെച്ചാൽ സ്മോൾ ടൈം ഫ്രെയിമിൽ ഒത്തിരി ട്രാപ്പിംഗ് ഉണ്ടാവും. ബട്ട് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് പിടി കിട്ടും. ഓക്കെ, സോ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും കൂടി ശ്രദ്ധിച്ചിട്ട് ഒരു മൂവ്സ് മനസ്സിലാക്കി എടുക്കുക. മോസ്റ്റ്ലി കറക്ഷൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുക. അപ്പോഴേ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ക്ലിയറിറ്റി കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്കമിങ് ടൈമിൽ ഞാൻ വീഡിയോസ് എന്തായാലും ഷെയർ ചെയ്യാൻ പോകും. എൻ്റെ ചാനൽ ഞാൻ ഉണ്ടാക്കിയത് ശരിക്കും ലേണിംഗ് പർപ്പസ് ലെവൽസാണ്. ഒത്തിരി ലേണിംഗ് വീഡിയോസ് ഷെയർ ചെയ്യാനുള്ളതാണ്. ബട്ട് അതൊന്നും നടന്നില്ല. ഇപ്പോൾ ഇൻട്രഡേ ലെവൽസാണ് ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി. സോ എന്തായാലും അങ്ങനെയെങ്കിൽ പോട്ടെ. പക്ഷേ എല്ലാവരും കൂടി പ്ലീസ് മസ്റ്റായിട്ട് വീഡിയോസ്, ലേണിംഗ് വീഡിയോസ് കാണണം. ഓക്കെ, അത് ഞാൻ ഓരോരായിട്ട് വീഡിയോസ് ഞാൻ പിൻ ചെയ്തേക്കാം. കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റിയിൽ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ബട്ട് എല്ലാവരും കൂടി അത് മസ്റ്റായിട്ട് കാണാം. അപ്പോഴേ നമുക്ക് കുറച്ചുകൂടി ക്ലിയറായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, സോ ഇനി വേഗം നമ്മുടെ ചാർട്ട് അനാലിസിസ് കിടക്കാം. നിഫ്റ്റിയുടെ ബാക്കി ലെവൽസ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഇത്ര ദിവസമായിട്ട് എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഈ ഏരിയയിൽ കൺസോളിഡേഷൻ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇനി ഈ കൺസോളിഡേഷൻ ഐ ഫീൽ സോ തിങ്സ് കയ്യാറായിട്ടുണ്ടെന്ന് പറയാം. ബട്ട് ഇനി ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1 2 3 4ത്തിൻ്റെ കറക്ഷനാണ് ഇപ്പോൾ ഇനി സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ഞാൻ പറയണേ. 1 2 3 ദ ഹൈ, 4യുടെ കറക്ഷനാണ് ഓൺഗോയിങ് ഇപ്പോൾ നടക്കുന്നു. ആൻഡ് 5ത്തിൻ്റെ ആണ് ഇപ്പോൾ ഇനി മേ ബി നമുക്ക് അടുത്ത ടൈമിൽ തന്നെ 5ത്തിൻ്റെ ഒരു മൂവ് കാണാം. ഇപ്പോൾ ഇവിടെ എനിക്ക് കാണുന്നത് 333 കറക്ഷനാണ്. 333 കറക്ഷൻ ഞാൻ ഇന്നലെ വീഡിയോ പിൻ ചെയ്തായിരുന്നു. ഇന്നും ഞാൻ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. അത് മസ്റ്റായിട്ട് എല്ലാവരും കാണുന്നു ആ വീഡിയോ. ഓക്കെ, സോ അത് കാണുവാണെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. എന്താണ് കറക്ഷൻസ് ഭയങ്കര ഡീപ്പ് നോളജാണ്. നോളജ് മാർക്കറ്റിൽ നമുക്ക് നോളജാണ് വേണ്ടത്. അത് നിങ്ങൾ മറക്കണ്ട. ജസ്റ്റ് കോളും പുട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും അതല്ല ട്രേഡിങ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നാളൊക്കെ എന്തെങ്കിലും പൈസ ഉണ്ടാക്കാൻ പറ്റും, കുറച്ച് നാൾ ആകെ സ്കാൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ജെന്യുവൻ ട്രേഡിങ് ഇത് കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ ഇൻഡെക്സിലേക്ക് നമുക്ക് ഫാസ്റ്റ് മൂവൊക്കെ കിട്ടും. ബട്ട് സ്റ്റോക്സിലേക്ക് ലോങ് ടൈം നിങ്ങൾ ലൈഫ് ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും ഒരു ലൈഫ് ലോങ് ട്രേഡ് ചെയ്യാനാണെങ്കിൽ അപ്പോൾ ഇത് പഠിച്ചിട്ട് പിന്നെ നമുക്ക് വൺ ഡേ ടൈം 1 hour ടൈം ഫ്രെയിമിൽ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് ആ ഒരു പിടുത്തം കിട്ടുള്ളൂ, ഒരു ഗ്രാബ് കിട്ടുള്ളൂ, ഒരു എന്താ പറയുക, ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു ജെന്യുവൻ നോളജ് കിട്ടത്തുള്ളൂ നമുക്ക്. സോ എല്ലാവരും അതിലേക്ക് ശ്രദ്ധിക്കുക കൂടുതലായിട്ട്. ഞാൻ ഇനി കൂടുതൽ സമയം കളഞ്ഞില്ല, നമുക്ക് വേഗം ഈ അനാലിസിസ് കിടക്കാം. ഞാൻ ഇവിടെ കാണുന്നത് 333 കറക്ഷൻ പാറ്റേൺ ആണ്. ഇന്ന് ഞാൻ മോർണിംഗിൽ കാലത്തെ ഞാൻ രാവിലെ തന്നെ ഞാൻ എന്തായാലും കാര്യം പറഞ്ഞായിരുന്നു, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു. ദാറ്റ് മീൻസ് ഇത് റെസിസ്റ്റൻസ് ആണ് ആൻഡ് ഇവിടെ ബോട്ടം ഉണ്ടാക്കാനുള്ള ഒരു ഇതിലാണ്. അതൊക്കെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ ആക്റ്റീവ് ആണെങ്കിൽ എല്ലാവരും കൂടി മോർണിംഗ് കമൻറ്റ് സെക്ഷനിൽ ഒരു ഹായെങ്കിലും ഇടാം. ഞാൻ പിന്നെ ഇതൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെയൊക്കെ ഞാൻ ഇവിടെ ഞാൻ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ നിന്ന് സപ്പോർട്ടാണ് ലാസ്റ്റ്, ഇവിടെ നിന്ന് പിന്നെ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. അതിൻ്റെ ഒരു റിപ്ലൈ ഒറ്റ കമൻറ്റ് പോലും വന്നിട്ടില്ല. സർ ഇത് കറക്റ്റായിരുന്നു, ഫർമാൻ ഇത് കറക്റ്റായിരുന്നു, നിങ്ങൾ പറഞ്ഞതൊക്കെ ഓക്കെയാണ്. ഒരു കമൻറ്റുകളൊന്നും എല്ലാവരും ചെയ്യണം കേട്ടോ. അങ്ങനെ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ലല്ലോ, എനിക്കൊരു ഇൻട്രസ്റ്റ് കിട്ടണമല്ലോ. സോ പ്ലീസ് എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇനി ജസ്റ്റ് ഒരു കാര്യം പറയാനുള്ളതാണ്. ഈ ലെവൽ നിങ്ങൾ ഇതുകൂടി ചോദിക്കണം, എൻ്റെ അടുത്ത് ചോദിച്ചാലേ ശരിക്കും എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഈ റെസിസ്റ്റൻസ് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, 24,945 ആണ്, ഐ തിങ്ക് 45 ഞാൻ റെസിസ്റ്റൻസ് ആണ് ഇത്. ഈ ഏരിയ എങ്ങനെ കിട്ടി അത് എൻ്റെ അടുത്ത് ചോദിച്ചാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ എന്തായാലും പറഞ്ഞേക്കാം, നിങ്ങൾ ചോദിക്കണം. എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട്സ് വരണം, അപ്പോഴേ ദാറ്റ് മീൻസ് നിങ്ങൾ സക്സസ് ആണ്. നിങ്ങൾ എന്തെങ്കിലും ആ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓർ നിങ്ങൾക്ക് ആ ഫീലിംഗ് തന്നെ വരണം. സോ ഡൗട്ട്സ് വരണം. ഇതുവരെ ആർക്കും ഡൗട്ട്സ് ഒന്നും വരാറില്ല. പഠിക്കാൻ താല്പര്യമില്ലായിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് 2-3 പേര് ചോദിക്കാറുണ്ട്, 2-3 പേര് കഷ്ടി അങ്ങനെ ചോദിക്കാറുള്ളൂ. സോ വേഗം ഞാൻ ഈ റെസിസ്റ്റൻസിൻ്റെ കാര്യം പറയാം. ഇത് എന്ന് വെച്ചാൽ പ്രൈസ് ഇവിടെ 1 2 3 4യുടെ ഫോൾ വന്നു ആൻഡ് ദെൻ പ്രൈസ് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഓക്കെ, സോ റെസിസ്റ്റൻസ് എങ്ങനെ ഈ ലെഗിൻ്റെ ആണ്. ഈ റെഡ് കാൻഡിൽ കണ്ടോ, ഈ റെഡ് ഫ്രം ഈ ബോട്ടം. ഇവിടെ നമ്മൾ എന്താ വെക്കേണ്ടത്, വേഗം ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ഫ്രം ഹിയർ ടു ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി കിട്ടും. നമ്മുടെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് ഇച്ചിരി കൺഫ്യൂഷൻ, ബട്ട് റെഗുലർ സബ്സ്ക്രൈബർക്ക് നന്നായിട്ട് 61.80 81.20 81.20 അബവ് പ്രൈസ് പോകാൻ ഒത്തിരി റെയറാണ് ഇമ്പൾസീവ് മൂവ് ആണെങ്കിൽ. ഓക്കെ, കാര്യം മനസ്സിലാക്കിയെടുക്കാം. ദാറ്റ് മീൻസ് എന്താണ്, സെക്കൻഡ് വേവ് ആണെങ്കിൽ ABCയുടെ 1 2 3 കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 1 ആണ്, ഇത് 2 ആണ്, 3 ഓൺ ഗോയിങ് ആണ്. സോ അതാണ് അത്. A B or C കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. സോ അതിൻ്റെ ബൗൺസ് വരുവാണെങ്കിൽ അത് 81.20% മാക്സിമം 81.20% ആണ്. അതിൻ്റെ ബൗ പോകാനുള്ള ചാൻസസ് റെയർ. ഓക്കെ, പോകും. ബട്ട് അവിടെ നിന്ന് ഈ റിജക്ഷൻ കാൻഡിൽ കണ്ടോ, റെഡ് കളറുടെ, ഓർ ഇവിടെ പ്രൈസ് സ്ലോ ആയിന്ന് കണ്ടോ. സോ ഇതാണ് റിജക്ഷൻ കാൻഡിൽ. ഇവിടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് താഴേക്ക് പ്ലേ ചെയ്യാം. SL ഈ കാൻഡിലിൻ്റെ ഹൈ വെച്ചോളൂ. ഇത് പിൻ പോയിൻറ്റ് വർക്ക് ചെയ്യും. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിൻ പോയിൻറ്റ് വർക്ക് ചെയ്യും. പിൻ പോയിൻറ്റ് മീൻസ് ഹൈ എന്നോട് റെസിസ്റ്റൻസ് എന്താ കാണിക്കുന്നത് ഇവിടെ 24,940, ഹൈ അടിച്ചേക്കുന്നത് 947. അതും ക്യാൻഡിൽ ഇതുവരെ ക്ലോസ് ആയിട്ടില്ല. ഇത് കണ്ടോ, പിൻ പോയിൻറ്റ് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. പിൻ പോയിൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് വെക്കുകയാണെങ്കിലുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇത് കണ്ടോ 24,940 344 ആണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു സമയത്ത് ഹൈ കണ്ടോ ഇവിടെ, ഇത് കണ്ടോ 24,947 ആണ്.
ഇതാണ്, ഞാനും ഒരു മജീഷ്യനുള്ള ഒന്നുമില്ല. ഇല്ലറ്റ് വീവാണ് വർക്ക് ചെയ്യാറുള്ളൂ. ഇല്ലറ്റ് വീവ് പ്രോപ്പർലി വർക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അപ്കമിങ് ടൈമിൽ നിങ്ങൾക്ക് ഇത് തന്നെ അനലൈസ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും, സ്മോൾ ടൈം ഫ്രെയിമിലായാലും ബിഗർ ടൈം ഫ്രെയിമിലായാലും. ഓക്കെ, അതാണ് ശ്രദ്ധിക്കാനുള്ളത്. സോ ഇതാണ് റെസിസ്റ്റൻസ് ആയിരുന്നു, അത് തന്നെ ഡി ഹൈ ആയി ആൻഡ് പ്രൈസ് താഴേക്ക് ഫോൾ വരാൻ തുടങ്ങി. ഓക്കെ, സോ ഇതാണ് ഓവറോൾ. ഇനി നാളത്തേക്ക് എന്താ, എനിക്ക് കൂടുതൽ ഞാൻ സമയം കളഞ്ഞില്ല, നമുക്ക് വേഗം റെസിസ്റ്റൻസ് കാര്യങ്ങൾ സംസാരിക്കാം. സോ പ്രൈസ് ഇപ്പോൾ 333 കറക്ഷനിലാണ്. ഓക്കെ, ഇപ്പോൾ കാണുന്നത് എനിക്ക് 333 കറക്ഷൻ ഓൺ ഗോയിങ് ആണ്. പ്രൈസ് ഇനി ഇതിൻ്റെ ബിലോ, ഈ ഒരു ലെവലിൻ്റെ ബിലോ, ഈ ലെവൽ ഇതിൻ്റെ ബിലോ 24,750, ഇതിൻ്റെ ബിലോ പോവുകയാണെങ്കിൽ ഫർദർ ഫോൾ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഫോൾ ഈ സപ്പോർട്ടിൻ്റെ ബിലോ പോയാൽ ഫർദർ ഫോൾ നമുക്ക് കിട്ടും. ഇത് എങ്ങനെ കിട്ടി എനിക്ക് അത് വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ പറഞ്ഞേക്കാം, ഈ ലെഗ് ഉണ്ടോ, ഇവിടുന്ന് ഇതൊരു ലെഗാണ്. ഓക്കെ, ഈ ഒരു ലെഗാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യണേ 1 2 3 4th ആണ്. സോ ഇവിടെ നിന്നാണ് നമുക്ക്. സോ എന്താ ചെയ്യുക, ഫ്രം 1 സ്റ്റാർട്ട് ചെയ്തില്ലേ ബോട്ടം, ഇവിടെ നിന്ന് പ്രൈസ് ഫിബ്രുവരി എടുക്കുക, ഫ്രം 3rd ഹൈ എക്സാക്ട്ലി നോക്കിക്കോ പ്രോപ്പർലി എത്രയാണ്, 50%, 24,745. പിൻ പോയിൻറ്റ് വർക്ക് ചെയ്യും. എല്ലിറ്റ് വേവിൻ്റെ 1 2 3 4 വീഡിയോസ് ഒത്തിരി ഉണ്ട്, അതിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എവിടെ എപ്പോഴാണ് ഫിബൊനാച്ചി യൂസ് ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി പ്രോപ്പർലി വീഡിയോസ് വരും അപ്കമിങ് ടൈമിൽ. പ്രോപ്പർലി ഇനി മറ്റേ ഇതിൻ്റെ ലേണിംഗ് വീഡിയോസൊക്കെ വരും. അത് മിക്കവാറും ഹാഫ് ആൻ അവറൊക്കെ ആയിരിക്കുള്ളൂ ആ വീഡിയോസ്, കാരണം ഞാൻ ഒത്തിരി ലോങ് വീഡിയോസ് തന്നെ ഉണ്ടാക്കാറുള്ളൂ എന്ന് വെച്ചാൽ അതങ്ങനെ ആ ഫ്ലോയിൽ പോകും. സോ ലേണിംഗ് വീഡിയോസ് അതിൽ കുറച്ചുകൂടി ഡീപ്പ് നോളജ് ഉണ്ടാകും. സോ ഇത് കണ്ടോ 50% പിൻ പോയിൻറ്റ്. സോ ടോപ്പും നമുക്ക് കിട്ടി, പെർഫെക്റ്റ്ലി നമുക്ക് ബോട്ടം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ ഈ ലെവൽ ഇൻ കേസ് ഇതിൻ്റെ ബിലോ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ ബിലോ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ ഫോർ ദ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. വീക്ക്നെസ് തുടങ്ങും, പിന്നെ വീക്ക്നെസ് അങ്ങോട്ട് തുടങ്ങും. പിന്നെ ഈ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനും പിന്നെ ചിലപ്പോൾ റെസ്പെക്ട് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. പിന്നെ ഈ താഴത്തെ ഈ ലെവൽ 61.80% അതായിരിക്കും റെസ്പെക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ അല്ലെങ്കിൽ 24,650 ആൻഡ് 81.20% വരാനുള്ള പിന്നെ ചാൻസസ് ഉണ്ടാകും. ഓക്കെ, നാളെ ഇനി പറയാനുള്ളത് ഈ ഒരു ലെവൽ 24,750 ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 745 ആണ് കാണുന്നത്. ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് പിന്നെ മുകളിലേക്ക് പോകും ഈസിലി അപ്കമിങ് ടൈമിൽ. നെക്സ്റ്റ് മൂവ് നാളത്തേക്ക് ഫസ്റ്റ് ഇത് തന്നെ നോക്കാനുള്ളത്. സോ അത് പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഈ ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, ഇവിടുത്തെ ഇതൊക്കെ ബ്രേക്ക് ഔട്ട് തരാനുള്ള ചാൻസസ് ഉണ്ടാവും. 5th എൻറ്റേർഡ് ആവും. ഇതിൻ്റെ 5th ആകും, 1 2 3 4 സ്മോൾ ടൈം ഫ്രെയിം 5th ആകും, ആൻഡ് ബിഗർ ടൈമിൻ്റെയും 5th പിന്നെ എൻറ്റേർഡ് ആയി എന്ന് പറയാം. ഓക്കെ, ബട്ട് അതിൻ്റെ പ്രൈസ് ഈ ബ്ലാക്ക് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ്റെ അബവ് സസ്റ്റെയിൻ ആവണമെന്നാണ്. ദാറ്റ് മീൻസ് ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞാൽ 25,000 അബവ് സസ്റ്റെയിൻ ആവണം നാളെ. ഓക്കെ, ഇത്രയും കൂടുതൽ അനാലിസിസ് ഐ തിങ്ക് ഞാൻ കൂടുതൽ ഇനി സമയം കളഞ്ഞില്ല. എനിക്ക് വേഗം റെസിസ്റ്റൻസ് നിയറസ്റ്റ് ഇതായി, ഇതാണ് നിയറസ്റ്റ് റെസിസ്റ്റൻസ്, ഇത് ഈ ഒരു ഹൈ. ഓക്കെ, സപ്പോർട്ട് ഇതാണ്, വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല. ബാക്കി എല്ലാ ലെവൽസും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റി ഇതാണ്. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. അത് കൗണ്ട് ചെയ്യാൻ 1 2 3 4 the fall 2 to 4 സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരച്ചു. ഓക്കെ, ഇത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഐ തിങ്ക് ട്രയാങ്കിളാണ് മോസ്റ്റ്ലി. ട്രയാങ്കിൾ വരയ്ക്കുന്നത് എപ്പോഴാണ് ഫോർത്തിൻ്റെ ഇതിലാണെങ്കിൽ, ഫോർത്തിൻ്റെ കൺസൾട്ടേഷനിലാണെങ്കിൽ മോസ്റ്റ്ലി ട്രയാങ്കിൾ ഫോം ചെയ്യും. അതൊരു റൂളാണ്. ട്രയാങ്കിൾ 333 കറക്ഷൻ മാത്രമേ ഫോം ചെയ്യാൻ പാടുള്ളൂ. അതാണ് യൂഷ്വലി ഫോം ചെയ്യാറുള്ളൂ. ആ പാറ്റേൺസ് മാത്രമേ ഫോം ചെയ്യാറുള്ളൂ. ഓക്കെ, സോ ഇതാണ് ബാങ്ക് നിഫ്റ്റി കൊണ്ട് ഫോർത്ത്. ഈ സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ ഇവിടുന്ന് ഫോൾ ഇതിൻ്റെ ബിലോ ആയിരിക്കുള്ളൂ. 55,610 ബിലോ ഫർദർ ഫോൾ ആയിരിക്കുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ലെവൽ ഇതിൻ്റെ ഈ ക്യാൻഡിലോ, ഈ ഗ്രീൻ ക്യാൻഡിലോ ഇതിൻ്റെ ലോ ആണ് ഇത് 55,500. ആൻഡ് ദെൻ പിന്നെ താഴത്തെ ഈ ലെവൽസ് ആക്റ്റീവ് ആവും. ഓക്കെ, റെസിസ്റ്റൻസ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയിക്കഴിഞ്ഞാൽ, സോ ഈ റെസിസ്റ്റൻസ് ഈ ഒരു ട്രയാങ്കിളുടെ ആണ്. പിന്നെ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ആ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ വരുന്നുള്ളൂ, അതിൻ്റെയും റെസിസ്റ്റൻസ് കൂടി നാളെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. സോ ബ്രേക്ക് ഔട്ട് വരണമെങ്കിൽ ഇതിൻ്റെ ഈ രണ്ട് ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ അബവ് പ്രോപ്പർലി സസ്റ്റെയിൻ ആവും. അപ്പോഴേ നമുക്ക് പ്രോപ്പർലി ഒരു ബ്രേക്ക് ഔട്ട് ഇതിൻ്റെ കിട്ടുകയുള്ളൂ. ഓക്കെ, കോഷ്യസ് വേണം, നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. സെൻസെക്സ് ആസ് പെർ നിഫ്റ്റി തന്നെയാണ് സെൻസെക്സിൻ്റെ മൂവ് ഇത് എക്സാക്ട്ലിയാണ്. നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ് ലോ ആൻഡ് സപ്പോർട്ട് ഇതാണ്. ഒക്കെ ഇതിനകത്ത് അതുപോലെ തന്നെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഈ ഒരു ചേഞ്ചസ് മാത്രമേ ഉള്ളൂ കേട്ടോ.
85 എബവ് മാത്രമേ. ഇതിൻ്റെ വേവ്സ് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1 2 3 ആൻഡ് 4ത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 4ത്തിൻ്റെ കൺസോളിഡേഷൻ നടക്കുന്നു, നിഫ്റ്റിയുടെ പോലെ തന്നെയാണ്. സോ ഫോൾ ആണെങ്കിൽ ഇത് എ ബി, സോ ഇവിടെ വരെ എ ബിയുടെ ബൗൺസ്, സിയുടെ ഫോൾ. സിയുടെ ഫോൾ 4th വേവ് എപ്പോഴും എത്ര %? 50%. 4th വേവ് എപ്പോഴും 50% മാത്രമേ പോകാവുള്ളൂ. ഫിബൊനാച്ചി പ്രോപ്പറായിട്ട് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, സോ ഇതിന് 50% കുറച്ചുകൂടി താഴെയാണ് കാണിക്കുന്നത് കേട്ടോ, ഇത് ഈ ഏരിയയിലും കേട്ടോ. സോ അതുകൂടി വരച്ച് വെക്കണം. സെൻസെക്സ് 100 ട്രേഡർ ആരൊക്കെ ഉള്ളത് 81,115 ഈ റേഞ്ച്. ഓക്കെ, 50% അതാണ്. ഇൻ കേസ് 50% ബ്രേക്ക് ആയി പിന്നെ താഴത്തെ ഈ ലെവൽ ഇത് ഓട്ടോമാറ്റിക്കലി സിങ്ക് ആവുന്നുണ്ടല്ലോ 61.80%. യൂഷ്വലി 50% ബിലോ പോകാൻ പാടില്ല ഫോർത്ത് ആണെങ്കിൽ, ഫോർത്ത് വേവ് ആണെങ്കിൽ. 50% ബിലോ അങ്ങനെ പോകാറില്ല. ഓക്കെ, നമുക്ക് ഇനി നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. നിഫ്റ്റി മിഡ് ക്യാപ് മുറാഫ് ചോദിച്ചായിരുന്നു, ഇങ്ങനെയാണ് അതിൻ്റെ മുറാഫ്. ഇതിൻ്റെ വേവ് കൗണ്ടിങ് ഇത് ഫുള്ളി ഇത് ട്രയാങ്കിളാണ്. ഇത് കൊണ്ടോ, ഇത് പ്രോപ്പർലി ഒരു ട്രയാങ്കിളാണ്. യെസ്, 1 2 3 4ത്തിൻ്റെ യെസ് ട്രയാങ്കിളാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഫോർത്ത് ഡൗൺ സൈഡ് നമുക്ക് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് സപ്പോർട്ടായിട്ട് മാറും. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ പിന്നെ താഴത്തെ സപ്പോർട്ട് ലെവൽ ഇവിടേക്ക് എത്താനുള്ള ചാൻസ്. ഇതിൽ കൂടുതൽ ഇതിനകത്ത് പണി ഒന്നും ഇത് ചെയ്യരുത്, സ്കാൽപ്പ് മാത്രമേ എടുക്കാവുള്ളൂ. കാരണം വെച്ചാൽ ഇത് ഫുൾ കൺസോളിഡേഷൻ പീരീഡാണ് ഇതിൻ്റെ. ഓക്കെ, ഹ്യൂജ് മൂവ് ഇതിൻ്റെ അബവ് തന്നെ കിട്ടുള്ളൂ, ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ അബവ്. ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ പാറ്റേൺ ചുമ്മാ അങ്ങനെയല്ല. ന്യൂ സബ്സ്ക്രൈബർ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകും, ഇത് 0 to B ട്രെൻഡ് ലൈനാണ് നമ്മൾ പറയാറുള്ളൂ. 0 to B ട്രെൻഡ് ലൈൻ ഇത് കൺഫർമേഷൻ ഒരു മെച്ചോർ ട്രെൻഡ് ലൈനാണ് ഇതിൻ്റെ പറയുന്നത്. അപ്കമിങ് ടൈമിൽ വീഡിയോസ് ഉണ്ടാകും പറയാം. സോ അതിൻ്റെ ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ അത് മെച്ചോറിറ്റി ട്രെൻഡ് ലൈനാണ്. സോ ദാറ്റ് മീൻസ് അത് കൺഫർമേഷൻ തരുന്നത്, ദാറ്റ് മീൻസ് ബ്രേക്ക് ഔട്ട് ആയി ഓർ ട്രെൻഡ് ചേഞ്ച് ആയി. അതാണ് അതിൻ്റെ ഒരു ലോജിക്. ഓക്കെ, സോ വേറെ ഇതിനകത്തൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ. ബാക്കി ഈ റെസിസ്റ്റൻസ് ഇപ്പോൾ ഓർഡർ വാക്ക് ഇത് ഇവിടത്തേക്ക് മാറി, ഒരു OB ആയി ഓർ റെസിസ്റ്റൻസ് ആയി. ഓക്കെ, ഈ ഇവിടെ തന്നെ ഞാൻ കൺസോളിഡേഷൻ കാണുന്നുള്ളൂ ഇപ്പോൾ ഇതിനകത്ത്, ഈ ഫുൾ ഏരിയയിൽ തന്നെ. ഇതിനുള്ള ഹ്യൂജ് റേഞ്ചാണ്. ഐ തിങ്ക് 13,050 to 12,870 ഇതൊക്കെ തന്നെ. അതായത് ബിഗ് മൂവ് ഇപ്പോൾ ഒന്നും കാണുന്നില്ല. കൺസോളിഡേഷൻ ഫുൾ കഴിഞ്ഞിട്ടേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം പ്ലീസ്. കമൻറ്റ് ചെയ്യണം എല്ലാവരും കൂടി, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്. ന്യൂ സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കണം. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.